രാജാവും കർത്താവുമായ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ 2024 വർഷം സെപ്റ്റംബർ മാസം 1-ാം തീയതി കർത്താവേ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 8 മാസവും ഈ വർഷത്തിൽ ഞങ്ങൾ അത്ഭുതമായി നടത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദേശത്ത്, രാജ്യത്ത്, സംസ്ഥാനത്ത് അനേക ജീവിതങ്ങൾ മരണം വഴിയായി കടന്നുപോയപ്പോൾ മറ്റനേകർ രോഗത്താലത്താവെ ഭാരപ്പെട്ട ആശുപത്രിയിലും ഭവനങ്ങളൊക്കെ ദൈവമേ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവ് കരുണയാണ് ചിത്രത്തോളം ആരോഗ്യവും ആയുസ്സും കർത്താവ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ ഞങ്ങളുടെ സഭകളിൽ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എണ്ണി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ യഹോവ നല്ലവനല്ലോ, അവനതയായ അന്നേപ്പിൾ പാടി സ്തുതിക്കുവാൻ ഇന്ന് പകലും ഞങ്ങളെ സഹായിച്ച കർത്താവെ ഈ സന്ധ്യാസമയം വീണ്ടും ഞങ്ങളുടെ സ്നേഹത്താവെ ബ്ലസ്മിനിയുടെ പ്രവർത്തനങ്ങളായിട്ട് കൂട്ടായ്മയായിട്ട് ഞങ്ങൾ കൂടി വരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കൂടിയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി, ദേവമക്കളും കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദാസൻ സർവശാസ്ത്ര കുടുംബത്തിനായി സ്തോത്രം. രാജൻ പാസ്റ്റർ ഗ്രേസി ആൻറ്റിക്കായി സ്തുതിക്കുന്നു. സരമസോരിക്കായി കുടുംബത്തിനായി, ബിനു പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ജോണച്ചാനായി സ്തോത്രം ചെയ്യുന്ന അടിയങ്ങളെ കുടുംബമായി അങ്ങനെയൊക്കെ സമർപ്പിക്കുന്ന സ്തോത്രം. ജോയിൻ ചെയ്യാനുള്ളവർക്കായി സ്തുതിക്കുന്നു. കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് കർത്താവെ സന്തോഷിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വചനങ്ങളെ ഇന്ന് സന്ധ്യാസമയം വീണ്ടും ധ്യാനിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ ശുശ്രൂഷയും കൈകൾ സമർപ്പിക്കുന്ന ആത്മാവിൽ താവെ പാടുവാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ആത്മാവിനാൽ എഴുതപ്പെട്ട ഞങ്ങളുടെ ജീവന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ഒരു സന്ധ്യാസമയം കൂടി താവെ ഞങ്ങളുടെ ദാസ നിമിത്തം കേൾക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി സൗഖ്യമായി വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ദേശത്തിനായി, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ലോകം പാടുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാർക്ക്, ദൈവമക്കൾക്കായി, സഭകൾക്കായി പ്രാർത്ഥിക്കുന്ന അനേക ജീവിതങ്ങൾ താവേ സ്വതം. അതേപോലെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവരായി, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കുമ്പോൾ അനേക താവേ ക്യാമ്പുകളിൽ ആശ്രയം തേടുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഭാവി നഷ്ടപ്പെട്ടവരായി, ആകുല ചിന്തയിലും മാനസിക സമനിലത്താവൻ തെറ്റിയവരായി ദൈവമേ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വസ്ഥയും സമാധാനം കൽപ്പിച്ചാക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാവെ ഓരോ ഭാരപ്പെടുന്ന ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവേശുവിൻ്റെ താവെ സമാധാനത്താൽ ഉള്ളങ്ങൾ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതാവെ രാജ്യങ്ങൾക്കായി, ഭരണാധികാരികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥയും സമാധാനമുള്ള ജീവനം കഴിപ്പാൻ അങ്ങയുടെ താവ് ഉപദേശം അവർക്ക് അനുഗ്രഹമായി തീരണമേ. അങ്ങനെ വിശ്വസിപ്പാൻ അത്ഭുതം ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം നടത്തപ്പെടുന്ന ഭവനങ്ങളിലും അതേ ആലയങ്ങളിലും അതുപോലെ ഓൺലൈനിൽ സൂം വഴിയായും ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ കൂട്ടായ്മയും കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം, പ്രാർത്ഥനായി സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് ഈ സന്ധ്യാസമയം സ്തോത്രം കൂടി വന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടി കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ തന്നെ സമർപ്പിച്ച് അതേ ആത്മാവിൽ ഒരുമിച്ച് ഹല്ലേലൂയ നമുക്ക് അതേ മൈക്ക് ഓൺ ചെയ്യാൻ സാവകാശം ഉണ്ട്. സ്തോത്രം. പാട്ട് അറിയുന്ന പാട്ടാണ്, അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആത്മാവിൽ നമ്മൾ വിവിധ സ്ഥലങ്ങളാണ് ഇരിക്കെങ്കിലും ആത്മാവിൽ ഒന്നാണ്. സ്തോത്രം. നമ്മുടെ മനസ്സ് ഏകാഗ്രതയോടെ ദിവസം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവിനെ ആത്മാവ് സഹായിക്കട്ടെ. സ്തോത്രം. ഭയം ലേശം വേണ്ടിനിയോ മമ യേശുവൻ അഭയം വാൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. ഭയം ലേശം വേണ്ടിനിയോ മമ യേശുവൻ അഭയം വാൻതുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ മറച്ചു. ആമേൻ. കൺമണി പോലെന്നെ സൂക്ഷിച്ചു, ഉള്ളം കയ്യിലെന്നെ വരച്ചു. ആരെന്നറിയാതെയൊന്നും വന്നതില്ല തിരുമാർഗ് ചാരിടോ. ആരെന്നറിയാതെയൊന്നും വന്നതില്ല തിരുമാർഗ് ചാരിടും ഞാൻ. ഭയം ലേശം വേണ്ടിനിയോ മമ യേശുവൻ അഭയം വാൻതുമ്പ നേരത്തിലും
നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലോ യോർദാൻ കര കവിഞ്ഞൊഴുകും. കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലോ യോർദാൻ കവ കഴിഞ്ഞു. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവിനെ ജയഭേർ മുഴക്കിടുമേ. ഏലിയാവിൻ ദൈവത്താൽ ശത്രുവേ ജയഭേർ മുഴക്കിടുമേ. ഭയം ലേശം വേണ്ടിനിയോ മമ യേശുവൻ അഭയം. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. എത്രയോ അത്ഭുത നന്മകൾ കർത്താൻ ചെയ്തതു നിനച്ചിടുകിൽ. എത്രയോ അത്ഭുതം നന്മകൾ കർത്താൻ ചെയ്തതു നിനച്ചിടുകിൽ. ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. അത് ഇതുവരെ ശുഭമായി നടത്തിയോൻ ഇനിമേലും നടത്തിയിടുമേ. ഭയം വേണ്ടം ലേശമിയോ മമ യേശു എന്ന ഭയം. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. ഭയം ലേശം വേണ്ടിനിയോ മമ യേശു എന്ന ഭയം. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. വാഴ്ത്തുമ്പ നേരത്തിലോ യേശു താൻ എന്നോടിരിക്കും. വരസാഗരാജുബന വരജ സദി വരജ വായവാല ശോഭര ഭജ വബരെ സദി വരജ വരെ വപരെ വശ ഭരെ വശ പര വദേ രബല വശൈ ബല ഭരെ അമേ നാമേ ഭക सेवा वारे वशाबाला वादी मना संबे वाला बारंबारो शबला रप्पा शैवाला जबला वाये नम्मा सैरवला शबला रिवलम बिलवा सुखदो रवला शिवलम बिलवा रिमना शिमना समलम बिलवे शबले लवला जबला परवा हल्लेलुया स्तुति राजावे परिशुद्धने वायुतने लोकमना संबिलवा राजादि राजावे അതേ ഭയം ലേശം വേണ്ടിനിയും. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിനക്ക് മുൻപായി നടക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തും എന്നൊക്കെ വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള ഒക്കെയും സൃഷ്ടിച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് വരെയും ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 1 ഈ 7 മണി കഴിഞ്ഞ സമയം വരെയും കർത്താവ് നമ്മുടെ കൂടെ നിന്നും ഇരുന്നും നടന്നും നമ്മൾ ഉള്ളങ്കയിൽ വഹിച്ചോർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് അതേ പാദത്ത് നമ്മുടെ ഹല്ലേലൂയ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ, കർത്താനാത്മാ നമ്മളെ സംസാരിപ്പാൻ, സ്തോത്രം ആത്മാവിൽ ബലപ്പെടുവാൻ, അതേ സഭായോഗം നമ്മൾ പകൽ സമയം കൂടിയെങ്കിലും അതേ വീണ്ടും ദൈവസന്നിധിയിൽ ഒരു സാവകാശം നമുക്ക് ലഭിച്ചത് അവനെ മഹത്വപ്പെടുത്തുവാനും അത് വലിയൊരു സംഭവം, ഒരു വലിയ കാര്യം തന്നെയാണല്ലോ.
അതുകൊണ്ട് ഇന്നത്തെ എല്ലാ നമ്മുടെ അതേ സ്തോത്രം ഹല്ലേലൂയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശുശ്രൂഷയിൽ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് വചനം ശുശ്രൂഷിക്കുന്ന കർത്താദാസൻ ബിനുപാസ്റ്ററെ ഓർത്തും തൻ്റെ കുടുംബത്തെ ഓർത്തും സഭയോർത്തും അവർ പ്രവർത്തിക്കുന്ന ദേശത്തെ ഓർത്തും ദൈവസന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ പ്രവൃത്തി താൻ മുഖാന്തരം ആ സഭ നിമിത്തം ചെയ്യുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതുപോലെ ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മുടെ ബുധനാഴ്ച കൂട്ടായ്മയും അതുപോലെ ബൈബിൾ ക്ലാസ്സും ഞായറാഴ്ച കൂട്ടായ്മ എല്ലാം ഹല്ലേലൂയ മുടങ്ങാതെ അത് കർത്താവിന്റെ സമയം വരെ നടത്തപ്പെടുവാൻ അനേക ജീവിതങ്ങൾക്ക്, ദേശങ്ങൾക്ക്, സഭകൾക്ക് അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അത് നമ്മുടെ ദേശത്തെ, നമ്മുടെ ജില്ലകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക ജീവിതങ്ങൾ ഭാരപ്പെടുകയാണല്ലോ. ദേവദാസന്മാരെ വെച്ച് പ്രാർത്ഥിക്കാം, ദൈവമക്കളെ വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എത്രത്തോളം സ്വസ്ഥയും സമാധാനം കർത്താവ് നൽകിയല്ലോ. മറ്റനേകർ അതേ ആശുപത്രിയിൽ അഭയം തേടുമ്പോൾ മറുവശത്ത് അനേക ദേവദാസന്മാരെ, ദൈവമക്കളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. അവരെല്ലാം ജയിലിൽ ഇരുന്നുകൊണ്ടും അതേ ജയിലിലെ അവസ്ഥയിലും അവർ കർത്താവിനെ ആരാധിക്കുന്നു. അതാ ഏറ്റവും വലിയ അതിശയം. ഒരു വർഷം വിശ്വാസ ജീവിതത്തിൽ വന്നവർ, ഒരു വർഷം സ്നാനപ്പെട്ടവർ, അവരെ പാസ്റ്ററാക്കി. കാരണം ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ അവിടെ നിന്ന് മടക്കേണ്ട സാവകാശമില്ല. ഒരു വർഷം ആയവരെയാണ് പിടിച്ചുകൊണ്ട് പോയി ജയിലാക്കിയത്. സ്വന്തം ഗർഭിണികളായ സഹോദരിമാരെ അവർ പിടിച്ച് ജയിലാക്കിയിട്ടുണ്ട്. സ്വന്തം അവരെ അടിക്കുന്നു, അവരെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ജാമ്യമില്ലാതെ കേസുകൾ അവർ എതിരായിരിക്കുമ്പോൾ അതിലും സന്തോഷിക്കുന്നു. ഒരു വർഷം മാത്രം യേശുവിനെ അറിഞ്ഞവർ അവർ സന്തോഷത്തോടെ ആരാധിക്കുമ്പോൾ അത് കർത്താവ് നമ്മളെ ഇന്ന് സന്ധ്യാസമയം കരുണ കാണിച്ചല്ലോ. അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ നമ്മൾ തന്നെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോണച്ചാൻ മെഫി ആൻറ്റി പ്രാർത്ഥിച്ച ശേഷം ജോണച്ചാൻ നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ലതും വിലപ്പെട്ടതുമായ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ബ്ലസ് മീഡിയയുടെ സൺഡേ വർഷിപ്പിനോടനുബന്ധിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പൊ ഹല്ലേലൂയ. കർത്താവെ, കഴിഞ്ഞ പകലൊക്കെ കണ്ടവർ അനേകർ ഈ ലോകത്തു നിന്നൊക്കെ മാറ്റപ്പെട്ടു പോയി. അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ആശുപത്രി കിടക്കകളൊക്കെ അഭയം പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ അനേക ഭവനങ്ങൾ കർത്താവ് വിലാപത്തിന്റെ, ദുഃഖത്തിന്റെ ഭവനങ്ങളായി തീർന്നപ്പോൾ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സന്തോഷത്തിനായി, സമാധാനത്തിനായി, ഹല്ലേലൂയ, ആരോഗ്യത്തിനായി, ബലത്തിനായി കർത്താവിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പ ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവെ, ബ്ലസ് മീഡിയയുടെ ഓരോ മീറ്റിങ്ങുകളെയും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ആളുകളുടെ പെരുപ്പത്തിലല്ല കർത്താവ്, 2 or 3 പേർ എന്റെ നാമത്തിൽ കർത്താവ് കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് ഹല്ലേലൂയ വൈകിയ വേളയിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ്, ഞങ്ങൾ പാട്ടുകാരൻ പാടുന്നത് പോലെ ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് പരമാർത്ഥമായി ചൊല്ലിയിട്ടുള്ള ഒരു കർത്താവ്, ഹല്ലേലൂയ, സ്തോത്ര. ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിന്റെ വാക്കിന് മാറ്റമില്ലെന്ന് കർത്താവേ, ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവചനം ഞങ്ങൾ കാണുന്നെങ്കിൽ, ഞങ്ങൾ പഠിക്കുന്നുവെങ്കിൽ, ഇന്ന് കർത്താവ് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് അടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ആളുകൾ ചുരുക്കമെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, വാഗ്ദത്തമുള്ള ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ അവിടെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ രാത്രി സമയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് പ്രത്യേക ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ കൃത്യനായി സ്തോത്രം. ദൈവത്തിന്റെ മകനെ കർത്താവേ, സ്തോത്രദാസനെ കുടുംബമായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ശുശ്രൂഷ മേഖലകൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്സാഹത്തോടെ എല്ലാ മീറ്റിങ്ങിലും പ്രിയദാസൻ കർത്താവെ സംബന്ധിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവകരങ്ങളിലേക്ക് കർത്താവെ നിരദാസനെ സമ്പൂർണ്ണമായി ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേക ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കർത്താവെ, വിലപ്പെട്ട കർത്താവെ, ഭൃത്യന്മാർക്കായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ കർത്താവെ, ഹല്ലേലൂയ, രാജൻ പാസ്റ്റർ കുടുംബമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ പിതാവും മാതാവും വളരെ ഉത്സാഹത്തോടെ കർത്താവ് എല്ലാ മീറ്റിങ്ങുകളും കർത്താവ് സംബന്ധിക്കുവാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളൊക്കെ കർത്താവെ, പ്രിയ പിതാവിനെ മാതാവിനെ കലട്ടുന്നുണ്ടെങ്കിലും എന്റെ കർത്താവ് ജയോത്സകരമായി ഓരോ ദിവസവും നടത്തുന്ന കൃപകൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവെ, പ്രിയ ജോണച്ചാന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ പിതാവിനെ ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ.
ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവേ. മീറ്റിംഗിൽ തുടർന്ന് സംബന്ധിപ്പാൻ അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട വൃത്തിര ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ, സ്തോത്രം. അവരുടെ ശുശ്രൂഷ മേഖലകൾ കർത്താവേ, സഭ, കുടുംബജീവിതമൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് വാർത്തയോടെ കർത്താവിന്റെ ഹാലിൽ സന്നിധിയിലായിരിക്കുകയാണ്. കർത്താവെ, മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ നിന്റെ വചനത്തിനായുള്ള ഒരു ദാഹത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം വിളമ്പി തരുവാൻ അങ്ങയുടെ ദാസന ദൈവം ബലപ്പെടുത്തുമാറാകണം, ശക്തീകരിക്കണമേ. നല്ല ദൈവിക ദൂതുകൾ, ആലോചനകൾ നിന്റെ ദാസനെ കൂടെ കേൾക്കുവാൻ, അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. എല്ലാം വേഗം യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം 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 സ്തോത്രം. സർവ്വലോകത്തിന്റെ ദൈവനായ ഞങ്ങളുടെ നല്ല കർത്താവെ, വചനത്തിലെ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾ തന്ന കൃപകളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബ്ലസ് മീഡിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് മീഡിയയിൽ കൂടി വന്ന എല്ലാ ദൈവജനത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവത്തിന്റെ കർത്താവെ ദൈവവചനം പ്രസംഗിക്കുന്ന ദേവദാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ കർത്താവ് ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം. കർത്താവെ, അവിടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് നേതൃത്വം നൽകുന്ന സരോജ് പാസ്റ്ററെ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനെ ലീഡിങ് ചെയ്യുന്ന രാജേഷ് പാസ്റ്ററിനെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെയും കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണം, തലമുറകളെ അനുഗ്രഹിക്കണം, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അനേകർ കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് കൂടി വരേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കടന്നു വന്നവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. ഇന്നത്തെ മെസ്സേജ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.